അപ്പൊ നമ്മള് ഇപ്പൊ നടത്താൻ പോണത് അങ്ങോട്ട് പോയിക്കാം കുട്ടികളെ വിളിച്ചാണ്ട് അപ്പം ഈ ഡേറ്റ് അപ്പൊ നമ്മള് ബാഡാസ് ചലഞ്ചാണ് ഇനി നടത്താൻ പോകുന്നത്. ബാഡാസ് രണ്ടുപേര് പാടാൻ വേണ്ടി സൽമാൻ ക്ഷണിക്കുന്നു. തുടക്കം പറഞ്ഞു ബാഡാസ് മാ അസ്സലാമലൈക്കും. ബാഡാസുമാ ലിയോദാസുമാ അത്ര അറിയുള്ളൂ. പറഞ്ഞുതരോ? ലിയോദാസുമാ എടാ ഒന്ന് ജസ്റ്റ് പറഞ്ഞാ മതി. ഫുള്ള് ഞാൻ പാടിത്തരാം. ഒരു സാധനം പോയത് ബാഡാസുമാ ലിയോദാസുമാ ഒരു സാധനം പോവുത് ഒരു സാധനം പോവുത്. ഹലോ ചെക്ക് ചെക്ക് അതെന്തിനാ അങ്ങനെ കുറയ്ക്കണം മൈക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ? ബാഡാസുമാ ഒരു സാധനം പൂട്ടുത് ബാഡാസുമാ യുവദാസുമാ ബാഡാസുമാ ഒരു സാധനം പൂട്ടുത് ലിയോ ഇതിൽ അസർ ജയിച്ചു. ബാബാ അല്ല അത് ജയിച്ചു. കളി കഴിഞ്ഞു. ഇല്ല ബാബാ ഞാൻ എന്റെ റിമിക്സ് റിമിക്സ് പാടി. ഇത് ബാഡാസുമാ വിക്രം അതും കയറുള്ളൂ. ഫുള്ള് പാടണം. പറയാൻ വിളിച്ചിട്ടില്ല. പാടണം. ഇവിടെ എല്ലാരും പാടണം. പാടിക്കോ. ഇല്ല ഞാൻ വല്ലതും പറയും ബ്ലോഗിൽ. എന്നാ വരി പറഞ്ഞോ? ബാഡാസ് ഒരു സാധനം പോട്ടത്. സാധനം പൂട്ട് പറയ്. ഞാൻ അടുത്ത വരി പാടാം. അടുത്ത പരിപാടി ലിയോ ഫുള്ള് പാടണം. ഞാൻ മറ്റേ ഞാൻ ബി ജി എം ഇട്ടരാ. ലിയോ ഫുള്ള് ഒറ്റ വരിക. അത് കഴിഞ്ഞ് ലെങ്ത് കൂടും. പാട് പാട്. ലിയോ അല്ലല്ല ഒരുമിച്ച് പറയാനോ? വേറെ പാട്ട് അല്ലല്ല ഒപ്പല്ല. നിങ്ങളൊന്ന് ജമാത്താക്കണം കേട്ടോ. എനിക്ക് പാടാറില്ല. അല്ല ഇവിടെയൊക്കെ അത് കവികളാണല്ലോ. അല്ല കലാകാരന്മാരാണല്ലോ എല്ലാവരും. പാടിക്കോലേ പറയട്ടോ. ലിറിക്സ് അറിയില്ല. ഞാൻ ഇതിൽ എനിക്കറിയുന്ന ലിറിക്സ് ഇതിൽ പറയട്ടെ. ഒരു ദാസം അല്ല ഒരു സാധനം പോട്ട് ഇത് പറയും. വിക്രം വിക്രം ഒരു സാധനം പോട്ടത് ഒരു സാധനം പോട്ടത് കിട്ടൂലടാ. അത് സീനാ. വേറെ പാട്ട്. അല്ലല്ല വേറെ പാട്ട്. എനിക്കത് കിട്ടൂലെങ്കിൽ വേറെ. എനിക്ക് കിട്ടി. എനിക്ക് കിട്ടിപ്പോയി. ഞാൻ പാടിയില്ല. വേറെ പാട്ടിന് വേറെ പാട്ട്. നിങ്ങൾ പറയും. ബാഡാസ് പാട്. ബാഡാസ് തായോ ബാഡാസ് തന്നോ തരാം. ബാഡാസ് മാ ഒരു സാധനം പോട്ടത് പറയും. ഒരു സാധനം പോട്ടത്. അപ്പൊ എല്ലാരും മുങ്ങല്ലോ പഠിക്കണം. മെല്ലെ ക്യാമറയിൽ ഇല്ലാത്ത സെറ്റിംഗ്സ് ഒക്കെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്പോഷർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എങ്ങനെയാണ് ബാഡാസ് മാ ഒരു സാധനം പോട്ടത് പറയും. ബാഡാസ് മാ ഒരു സാധനം പോട്ടത്. അപ്പം ഇന്നത്തെ ബേഡാസുമാ ഒരു സാധനം പോട്ടിത്. ബേഡാസുമാ ലിയോദാസുമാ ബേഡാസുമാ ഒരു സാധനം പോട്ടിത്. ലിയോ badass bitch Leo das is a bad Leo badass bitch Leo das is a bad he's a freaking badass. നീ ജിം ഷാട്ടോ നല്ല ക്യാമറയുടെ മറവിലേക്ക് കേട്ടോ. ബാഡാസുമാ ബാഡാസിന് വേദനിച്ചാലോ പാടടി. പലതും
ബഡാസ് മാൻ ഒരു സാധനം പോട്ടത്. യുവരാസ് പൂട്ടത് ബഡാസ് മാൻ ഒരു സാധനം പോട്ടത് Badass Mr. Making Das Mr. Bad. ലിയോ Badass Mr. Making Das Mr. Bad. Asmo yuradancı dönüde Bedasmo yuvadasmo Bedasmo Orasana putte അപ്പൊ സുഹൃത്തുക്കളെ, ഒരു മാരക ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മക്കളെല്ലാരും ട്രാംപോളിന്മേൽ കയറിയാണ്. അപ്പൊ ഇത് കാട്ടുമുണ്ട സ്കൂളില് LKG സീല് പഠിക്കുന്ന കുട്ടികളാണ് എല്ലാരും. കറങ്ങ് കറങ്ങ് എടാ ഫുള്ള എയർലാട്ടോ. ഈ കറങ്ങ് കറങ്ങ് ആർക്കാ കറങ്ങാൻ വെക്ക. ആ അടുത്ത ആള് സൽമാന്റെ ബാക്ക് ഫ്ലിപ്പ്. സൽമാന്റെ കിഡിലൻ ബാക്ക് ഫ്ലിപ്പ്. സൽമാൻ 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 മലപ്പുറത്തിന്റെ മാനം കാക്കാൻ മക്കരപ്പുറമിന്റെ മുത്ത് സൽമാൻ ഒരുക്കുന്ന ബാക്ക് ഫ്ലിപ്പ് ചലഞ്ച്. പിഞ്ചു ബാലന്റെ അത്ഭുത പ്രകടനം. സൽമാന്റെ ഒരു കിടിലൻ ബ്ലാക്ക് ഫ്ലിപ്പ്. മുതലായി മുതലായി. സൽമാൻ മനസ്സിലൊരു കമന്റ് കേട്ടോ. അടുത്തതായി ഇക്കു ഇക്കു വായക്കാട് അബ്ദുറഹ്മാൻ സാറിന്റെ മകനും നാടിന്റെ പൊന്നോമന പുത്രനുമായ ഇക്കു. എടാ ചെയ്യടാ ഒരു നാണക്കാരം. ആ ആ ആ ആ മൂന്നാൾക്ക് ഒരു സമയത്ത് ചാടാൻ പറ്റും ഇതില്. നല്ലൊരു ഡാമേജ് ആണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. തലകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പ്ലക് പറഞ്ഞുള്ള സൗണ്ട് ഇങ്ങോട്ടാണ് കേട്ടത്. ആക്സിഡന്റ് ഹാപ്പൻഡ്. ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. വരൂ 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 ക്യാമറ ആയിട്ട് വരൂ വരൂ വരൂ. എന്തോ പറ്റിയിട്ടുണ്ട്. നല്ല സൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിങ് പറഞ്ഞ സൗണ്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. കറക്റ്റ് കറക്റ്റ് മൂന്നാൾക്ക് ഇതിൽ ചാടാൻ പറ്റുമെന്ന് ചോദിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ ആക്സിഡന്റ് പറ്റി. എന്റെ നാവ്. വാട്ട് ഹാപ്പൻ ഗൈസ്? തല എന്താ പറ്റിയേ? തലമുട്ടി. തല ഉഞ്ഞോളി ഉഞ്ഞോളി. അവിടെ പറ്റിയ നോക്കട്ടെ. രണ്ടാള് വീഡിയോ ഉണ്ട്. രണ്ടാളെ കൂട്ടി വിട്ടേ. ഇക്കു ഓക്കെ. ഇക്കു ഇക്കു ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പോലെ ഫൗൾ ചെയ്യണ്ടേ? അല്ല മുട്ട. ഞാൻ കറക്റ്റ് കിട്ടും ഫ്ലിപ്പ്. ഒരാൾ ചെയ്യും മൂന്നാൾ ചാടില്ലേ? ഫ്രഞ്ചോ ഫ്രഞ്ചല്ലേ ഫ്രണ്ട്. ഇവരൊക്കെ പോന്നോ. അപ്പൊ ഇതുവരെ സൽമാൻ ഇവിടെ ശ്രദ്ധിക്കണ്ടോ. പൂര അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയത്. ഫാനിൻ്റെ ഉള്ളിൽ ഫാൻ ഒന്ന് കാണിച്ചു കൊടുക്കുക. അച്ചു ഫാൻ നമുക്ക് അടിക്ക്. അതായത് വെറുതെ ഒരു കുക്കിന് വന്നിട്ട് മൂടും. മുമ്പ് അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? ഇല്ലടാ ഇല്ല. ഇന്നാണ് കയറുന്നത്. നിഹാൽ അടുക്കളയിൽ കയറിയിട്ടുണ്ടോ മുമ്പ്? കയറുന്നുണ്ട്. നിഹാലിന്റെ ഒരു പരിചയ സമയത്ത് നമുക്ക് പ്രത്യേകത്തിൽ കാണാനുണ്ട് കേട്ടോ. അപ്പം നിഹാൽ ഇപ്പോഴത്തെ പരിപാടികൾക്കിടയിൽ റോസാപ്പൂവും പൂച്ചെണ്ടുകളൊക്കെ ഏറ്റുവാങ്ങി നേരം കണ്ടാണ് നമ്മളടിക്കാൻ വരുന്നത്. ഞാൻ കരുതി നമ്മളപ്പോ ഒന്നും ഉണ്ടാവില്ല. പൂച്ചെണ്ടുകളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ അതിൽ പോകും, വേറെ വലിയ ലെവലിൽ പോകുന്നു കരുതി. പക്ഷെ പാവ സ്നേഹമുള്ള കുട്ടിയായോണ്ട് എന്ത് ചെയ്തു, പൂച്ചെണ്ടുകൾ വാങ്ങിയെങ്കിലും പൂച്ചെണ്ടുകൾ വാങ്ങിയെങ്കിലും പൂർവാധികം ശക്തിയോടെ നമ്മുടെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളെ പാർട്ടിക്ക് വരണം എന്നാണ്. ഞാൻ എന്ത് ചെയ്തു, പാർട്ടി ഉണ്ടോ പുഷ്പ? ഒറ്റ ചോദ്യം, പാർട്ടി ഇല്ലേ പുഷ്പ?
കിസിക്ക് പോലെ വരുന്നുണ്ട് എടുക്കണ അൽഫാം കിസിക്ക് Sabatika, good massage. ഗുഡ് മസാജ് തായ്ലാൻഡ് മസാജ് ഗുഡ് മസാജ് അതല്ല മസാജ് നമ്മള് തായ്ലൻഡ് പോയപ്പോ കണ്ടിന്യൂ കുറെ ആൾക്കാർ ചെയ്യണേ അല്ലേ തായ്ലൻഡ് പോയിക്കോ Bye. Only 10 baht, 20 baht, handsome boy. Only 20 baht You come massage here. You come. Simple啊，因突然间的去看的啊，是啊，你说啦，说可以看不到，就 You're 是 right, chicken, soya, see, what you 啊， are. 你എന്തൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യാ Is your usual chicken? 是看 Yeah, 我 what's 想 your gear rice? 那个牛背个是看 Chicken, then you sure. 哎说给 rice What's your gear rice? Shamanchi? cha wa Shamanchi? ka wa ha This is achar, 啊 shamanchi. cha西啊 Shamanchi. 厦门西 Yeah, she green. 是我天国我爱看的 അബ്ദുറഹ്മാൻ മാസ്റ്റർ മകയോ നബിൽ വാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ വാങ്ങുവാ അത് One side on the guy, Nabila. വൺ സൈഡ് ലവ് കൊണ്ട് കാര്യമില്ലെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അർഷിക്ക് അതിന്റെ വൺ സൈഡ് ലവ് വളരെ പെയിൻഫുൾ ആണ് അല്ലേ അർഷിയെ അർഷിക്ക് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം വൺ സൈഡ് മാത്രം റെഡി ആയിട്ട് കാര്യമില്ല അർഷി ഒറ്റ കാര്യം പറഞ്ഞോ വൺ സൈഡ് മാത്രം റെഡി ആയിട്ട് കാര്യമില്ല അത് അർഷി പല അർത്ഥങ്ങളും അതിൽ കണ്ടുകിടുന്ന എനിക്ക് തോന്നുന്നുണ്ട് വൺ സൈഡ് ലവ് വളരെ പെയിൻഫുൾ ആണ് അതെ അതെ പെയിൻഫുൾ ആണോ പെയിൻഫുൾ ആണ് അനുഭവിച്ചിട്ടുണ്ടോ അനുഭവിച്ചിട്ടില്ല കുറച്ചൊക്കെ ഞാനൊക്കെ ഫുള്ള് വൺ സൈഡ് ലവാ ഞാനൊക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ ശരിക്കും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ലൈൻ അടിച്ചു ഒരു കണക്കില്ല എവിടെയും ഞാൻ പറയും ഒരാൾ പോലും എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയണില്ല